ഈ വീഡിയോ എനിക്ക് കുറച്ച് മധുരം കൂടിയ വീഡിയോ ആണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ വീഡിയോ എടുക്കുന്നതിന് 2 ദിവസം മുന്നേ അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ നല്ല ബീഫ് കറിയും ചക്ക പഴുത്തതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയുടെ വീട്ടിൽ പഴുത്ത ചക്കയായിരുന്നു. അപ്പോൾ ഇത്തിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തികഞ്ഞിട്ടില്ലായിരുന്നു, ആർക്കും മതിയായില്ല കഴിച്ചിട്ട്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കുഞ്ഞമ്മയുടെ വീട്ടിലൊരു ചക്ക ഇരിപ്പുണ്ട്, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ നേരെ നമ്മൾ ചേട്ടാ ഓഫീസിൽ നിന്ന് വന്ന് കുളിക്കുക പോലും ചെയ്തില്ല കേട്ടോ. പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് പോയി. ആദ്യം പോയി കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി ചക്ക എടുത്ത് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയുടെ മോള് മീനാക്ഷി വന്ന്, ഞങ്ങൾ വന്ന എപ്പോഴും അവൾ വരും കേട്ടോ. നമ്മുടെ സംസാരിക്കാനൊക്കെ അവൾ വരാറുണ്ട്. അപ്പോൾ അവളുടെ അടുത്തും കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ചക്ക എടുത്ത് നേരെ വണ്ടിയിലോട്ട് വെച്ച് വീട്ടിലോട്ട് വിട്ടു കേട്ടോ. അത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് ദൂരമൊന്നും. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കുഞ്ഞമ്മയുടെ വീടും. അപ്പോൾ ചക്ക എടുത്തിട്ട് നേരെ ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ്. ചേട്ടൻ വണ്ടിയിൽ കൊണ്ടുപോയി ചക്ക, ഞാൻ വീട്ടിലോട്ട് നടന്നു. അങ്ങനെ ചക്ക എടുത്ത് വീട്ടിലോട്ട് വന്നു. അത് കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യുന്ന പരിപാടി കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണല്ലോ. അങ്ങനെ നേരെ അമ്മയുടെ അടുത്തോട്ട് പോയി. വീട്ടിൽ പോയപ്പോൾ അമ്മ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അമ്മ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചു. അമ്പാടി എല്ലാ ഫ്രൈയും കഴിക്കുമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് വെച്ചതാണ്. ലാസ്റ്റ് ഒരു പീസ് മാത്രമാണ് അവൻ കഴിച്ചത്. വാങ്ങുമ്പോൾ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ തന്നെ എല്ലാം വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കും. ഞങ്ങളും കുഞ്ഞിലേക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ വേണ്ടാതാവുമല്ലോ, അതേ അവസ്ഥ. പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ചിട്ട് മോൻ അവിടെ നിന്ന് ചോറ് കൊടുത്തു കേട്ടോ. തലേദിവസത്തെ ബീഫ് കറിയും ബീഫ് പുരട്ടിയതും ചക്കയുണ്ടായിരുന്നു. അങ്ങനെ മോന് ചോറ് കൊടുത്ത്. ഞങ്ങളാരും കഴിച്ചില്ല, ഞങ്ങൾക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ മോന് മാത്രമേ കൊടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ ചക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയൊരു ഭാഗം കേടായിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അടിപൊളി ചക്കയായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ പഴുക്കാനുണ്ടായിരുന്നു ചക്ക. അങ്ങനെ ചക്കയൊക്കെ കട്ട് ചെയ്തപ്പോൾ തന്നെ ഓരോരുത്തർക്കും ഓരോ പീസ് കൊടുത്തു. ചക്ക കട്ട് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കുള്ള പീസ് അമ്മ പാക്ക് ചെയ്ത് എനിക്ക് തന്നു വിട്ടു. പിന്നെ അമ്മയ്ക്കുള്ള അമ്മയും എടുത്തു കേട്ടോ. നല്ല ചക്കയാണ് കേട്ടോ, നല്ല വലിപ്പമുള്ള ചക്കയാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് അച്ഛനൊക്കെ കടയടച്ചിട്ട് വന്നു. പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് നമ്മൾ നേരെ പോന്നു. ഇനി അവിടെ ഒരുപാട് ചക്ക ഇങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ട് പഴുക്കാനുള്ള പാകത്തിന്. അപ്പോൾ ആർക്കെങ്കിലും എന്നെപ്പോലെ ചക്കക്കൊതി ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അടുത്തൊക്കെ ആണെങ്കിൽ മലയങ്കീട്, അണപ്പാട് ലൊക്കാലിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.